ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റബിൾ GDയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊളിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കിന്ന് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ദ ഫസ്റ്റ് ഇലക്റ്റഡ് പാർലമെൻറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ഡാഷ്. അതായത് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ ആദ്യത്തെ ഇലക്ട് ചെയ്ത പാർലമെൻറ്റ് എപ്പോഴാണ് എക്സിസ്റ്റൻസിലോട്ട് വന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എപ്പോഴാണ് എക്സിസ്റ്റൻസിലോട്ട് വന്നത്? ഏപ്രിൽ 1952 എന്ത് ചെയ്തത്? എക്സിസ്റ്റൻസിലോട്ട് വന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഫസ്റ്റത്തെ സെഷൻ എപ്പോഴായിരിക്കും, അല്ലെങ്കിൽ ലോക്സഭയുടെ ഫസ്റ്റത്തെ സെഷൻ എപ്പോഴായിരിക്കും? 13th May 1952 ആണ്. നമ്മുടെ ഫസ്റ്റ് സെഷൻ നടന്നത് 13th May 1952 നമ്മുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട് ചെയ്ത പാർലമെൻറ്റ് എപ്പോഴാണ് എക്സിസ്റ്റൻസിലോട്ട് വന്നത്? ഏപ്രിൽ 1952 ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹു ഹാസ് ദ പവർ ടു റെക്കമെൻഡ് ഫോർ ദ ഇംപൊസിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി ഇൻ എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസിയുടെ കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാനുള്ള പവർ ആർക്കാണ് ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു സ്റ്റേറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി ആണ് എന്ന് റെക്കമെൻഡ് ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ആർക്കാണ് അധികാരമുള്ളത്? ഗവർണർക്കാണ് അധികാരമുള്ളത്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 356 പ്രകാരമാണ് അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി ഒരു സ്റ്റേറ്റിൽ വരുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 356 പ്രകാരമാണ്. അതുപോലെ തന്നെ ആര് റെക്കമെൻഡേഷനിലാണ് വരുന്നത്? ഗവർണറുടെ റെക്കമെൻഡേഷനിലാണ് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ബിൽ 2021 പ്രപ്പോസസ് ടു ഇൻക്രീസ് ദ ഏജ് ഓഫ് ഗേൾ ഫ്രം 18 to -years. അതായത് നമുക്കൊരു ബില്ല് വന്നിട്ടുണ്ടായിരുന്നു. ബില്ലിൻ്റെ പേരാണെന്ത്? പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ബില്ല് 2021. അത് പ്രകാരം നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ ഗേൾസിൻ്റെ ഏജ് 18 നിന്ന് എത്ര ഇയേഴ്സ് ആക്കിയിട്ട് കൂട്ടി എന്നാണ് ചോദിക്കുന്നത്. മാരേജ് ചെയ്യുന്ന ഒരു ഗേളുടെ ഏജ് 18 നിന്ന് എത്രയാക്കിയിട്ടാണ് കൂട്ടിയെന്നാണ് ചോദിക്കുന്നത്. എത്രയാണ്? 21 വയസ്സാക്കി അല്ലേ? 18 വയസ്സുണ്ടായിരുന്നത് ഇപ്പം എത്ര വയസ്സാക്കി? 21 വയസ്സാക്കി എന്നാണ് പറയുന്നത്. ഏത് ബില്ല് പ്രകാരമാണ്? പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ബില്ല് 2021 പ്രകാരമാണ് ഇത് മാറ്റിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്ത്യ ഹാസ് എ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് വിച്ച് ഈസ് എ ഫീച്ചർ ബോറോഡ് ഫ്രം ദ ഡാഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം നമ്മുടെ ഇന്ത്യ ഏത് ഫോം ഓഫ് ഗവൺമെൻറ് ആണ്? പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആണ് അല്ലേ? നമ്മുടെ ഇന്ത്യ ഒരു പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആണ്. അത് നമ്മൾ ഏത് രാജ്യത്തിലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ബോറോ ചെയ്തതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഏത് രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ബോറോ ചെയ്തത്? ബ്രിട്ടനിൽ നിന്നാണ് അല്ലേ? നമ്മൾ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ഏത് രാജ്യത്ത് നിന്നാണ് ബോറോ ചെയ്തത്? ബ്രിട്ടനിൽ നിന്നാണ് അല്ലേ ബോറോ ചെയ്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹു ഹാസ് ദ പവർ ടു ഇലക്ട് ദ സ്പീക്കർ ഓഫ് ലോക്സഭ. നമ്മുടെ ലോക്സഭയിലെ സ്പീക്കറെ ഇലക്ട് ചെയ്യാനുള്ള അധികാരം ആർക്കാണ് ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ആർക്കാണുള്ളത്? ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ലോക്സഭ. ലോക്സഭയിലെ എല്ലാ മെമ്പേഴ്സിനുമാണ് ഇതിനുള്ള അധികാരമുള്ളത്. നമ്മുടെ ലോക്സഭയിലെ സ്പീക്കറെ ഇലക്ട് ചെയ്യാനുള്ള അധികാരമുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Only Indian citizen above the age of -years are eligible for the appointment of the governor of a state. അതായത് ഒരു സ്റ്റേറ്റിൻ്റെ ഗവർണർ ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഗവർണറായി അപ്പോയിൻറ്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് എത്ര ഏജിന് മുകളിലാണ് പ്രായം വേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. എത്ര ഏജിന് മുകളിലാണ്? 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാൾക്കാണ്, അല്ലെങ്കിൽ അയാൾക്കാണ് എന്തുള്ളത്? എലിജിബിലിറ്റി ഉള്ളത്. എന്താവാൻ? ഒരു ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ആവാനുള്ള എലിജിബിലിറ്റി ഉള്ളത്. നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക? ഒരു ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ആവാനുള്ള മിനിമം എത്ര ഏജ് ആവശ്യമുണ്ടെന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ 35 years എബവ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ വിച്ച് ഇയർ ദ ടേം സെക്യുലർ ആഡഡ് ടു ദ പ്രിയാമ്പിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം നമ്മുടെ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ള ഒരു വാക്കാണെന്ത്? ഉള്ളൊരു ടേം ആണെന്ത്? സെക്യുലർ എന്ന ടേം അല്ലേ? അത് എപ്പോഴാണ് പ്രിയാമ്പിളിലോട്ട് ആഡ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. എപ്പോഴാണ് ആഡ് ചെയ്തത്? 1976 ആഡ് ചെയ്തത്. 1976 സെക്യുലർ എന്ന ടേം നമ്മുടെ പ്രിയാമ്പിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് ആഡ് ചെയ്തത്. ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ്? 42ാമത്തെ അമെൻമെൻറ്റ് പ്രകാരമാണല്ലേ? 42ാമത്തെ അമെൻമെൻറ്റ് 1946 പ്രകാരമാണ്
എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മൾ സെക്യുലർ എന്ന ടേം ആഡ് ചെയ്തിരിക്കുന്നത്. ഈ 42ാമത്തെ അമെൻമെൻറ്റിനെ നമ്മൾ എന്തായിട്ടാണ് പറയുക? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണല്ലേ പറയുക. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണല്ലേ പറയുക. നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന അമെൻമെൻ്റാണ് ഏത്? 42nd അമെൻമെൻറ്റ് 1946 അല്ല, 1976. ക്ഷമിക്കണം, 1976 ആണ് 42nd അമെൻമെൻറ്റ് കേട്ടോ. അപ്പോൾ അത് പ്രകാരമാണ് എന്ത് വന്നിരിക്കുന്നത്? സെക്യുലർ എന്ന ടേം പ്രിയാമ്പിളിലോട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പവേഴ്സ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മുനിസിപ്പാലിറ്റീസ് ആർ ഡീൽഡ് അണ്ടർ വിച്ച് ഷെഡ്യൂൾ? അതായത് മുനിസിപ്പാലിറ്റീസിൻ്റെ പവേഴ്സ്, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റീസ് ഇതൊക്കെ ഏത് ഷെഡ്യൂളിലാണ് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ഷെഡ്യൂളിലാണ് വരുന്നത്? 12th ഷെഡ്യൂളിലാണല്ലേ വരുന്നത്. നമ്മുടെ മുനിസിപ്പാലിറ്റീസിൻ്റെ പവേഴ്സ്, അതോറിറ്റീസ്, റെസ്പോൺസിബിലിറ്റീസ് ഇതെല്ലാം ഡീൽ ചെയ്യുന്നത് ഏത് ഷെഡ്യൂളിലാണ്? 12ാമത്തെ ഷെഡ്യൂളിലാണല്ലേ. നമുക്ക് എത്ര ഷെഡ്യൂൾസ് ഉണ്ട്? മൊത്തം 12 ഷെഡ്യൂൾസ് ആണല്ലേ ഉള്ളത്. മൊത്തം 12 ഷെഡ്യൂൾസ് ആണ് നമുക്കുള്ളത്. മുൻപ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ഷെഡ്യൂൾസ് ആയിരുന്നു? 8 ഷെഡ്യൂൾസ് ആയിരുന്നല്ലേ ഉള്ളത്. പണ്ട് നമുക്ക് 8 ഷെഡ്യൂൾസ് ആയിരുന്നു. ഇപ്പം നമുക്ക് എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണം ഉണ്ടല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ 101st കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻട്രൊഡ്യൂസ് ദ സിസ്റ്റം ഓഫ് ഡാഷ്. അതായത് നമ്മുടെ 101ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം ഇന്ത്യയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സിസ്റ്റം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. എന്ത് സിസ്റ്റമാണ്? 1 നേഷൻ 1 ടാക്സ് അല്ലേ. 1 നേഷൻ 1 ടാക്സ് എന്ന സിസ്റ്റമാണ് 101ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം നമ്മുടെ ഇന്ത്യയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഡാഷ് അലോക്കേറ്റ്സ് റാങ്ക്സ് ആൻഡ് പോർട്ട്ഫോളിയോസ് ടു ദ മിനിസ്റ്റേഴ്സ് ഇൻ ദ സ്റ്റേറ്റ്സ്. അതായത് നമ്മുടെ സ്റ്റേറ്റിലെ മിനിസ്റ്റേഴ്സിൻ്റെ റാങ്കുകളും അതുപോലെ തന്നെ പോർട്ട്ഫോളിയോസും ഒക്കെ ആരാണ് അലോക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ. ആരായിരിക്കും തീരുമാനിക്കുന്നത്? ചീഫ് മിനിസ്റ്റേഴ്സ് ആയിരിക്കും അല്ലേ. നമ്മുടെ സ്റ്റേറ്റ്സിലെ മിനിസ്റ്റേഴ്സിൻ്റെ റാങ്കുകളും പോർട്ട്ഫോളിയോസും ഒക്കെ തീരുമാനിക്കുന്നത് ആരായിരിക്കും? ചീഫ് മിനിസ്റ്റേഴ്സ് ആയിരിക്കും. ഇനി നമ്മുടെ റിവിഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ടു ഇക്വാലിറ്റി ഹാസ് ഡാഷ് ആർട്ടിക്കിൾസ് ഇൻ ഇറ്റ്. അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ എത്ര ആർട്ടിക്കിൾസ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്